ഹലോ കൂട്ടുകാരെ, ഇന്ന് നല്ല സിമ്പിളായിട്ടുള്ള ഒരു മുരിങ്ങയ്ക്ക സാമ്പാർ കണ്ടാലോ. വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് നമ്മുടെ നാടൻ മുരിങ്ങയ്ക്ക സാമ്പാർ തയ്യാറാക്കാൻ നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ മുരിങ്ങയ്ക്ക സാമ്പാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ കൽച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല ചൂടാവുന്നതിന് മുന്നേ തന്നെ കടുക് ഇട്ട് കൊടുക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇട്ട ഉടനെ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് മൊത്തം പോകും. അതുകൊണ്ടാണ്. അപ്പോൾ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവയും ഒരു ഉണക്കമുളകും കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഞാൻ മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കുവാണ്. എനിക്ക് ഈ സാമ്പാറിനകത്ത് മൊത്തത്തിൽ കിടക്കുന്നതാണ് ഇഷ്ടം. അരിഞ്ഞു കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഇത് 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പുളിവെള്ളം ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളം ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചേർക്കുന്നത് 3 പച്ചമുളകും ഒരു 2 മുരിങ്ങക്കോല്, വലിയ മുരിങ്ങക്കോലാണ്, അതും കൂടി അരിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ തക്കാളിയും മുരിങ്ങക്കോലൊക്കെ വേവിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കട്ടക്കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് കായം ചേർത്ത് കൊടുക്കാം. അതും കൂടി പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം അത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയും മുരിങ്ങക്കോലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഒരു 10 മിനിറ്റ് എടുത്തുള്ളൂ. നമ്മുടെ തക്കാളിയും മുരിങ്ങക്കോലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ മുരിങ്ങക്കോലൊക്കെ. അപ്പോൾ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പരിപ്പ് വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പൊന്നും ചേർക്കാതെ വേവിച്ചെടുത്ത പരിപ്പാണ്. പരിപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാർ പൊടിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവിയെടുത്ത് അടിപൊളിയായിട്ടുള്ള മുരിങ്ങക്കോൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല നാടൻ രീതിയിൽ വളരെ സിമ്പിളായിട്ടല്ലേ തയ്യാറാക്കാൻ പറ്റുന്നത്, പക്ഷേ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.